ഇതാണ് നമ്മുടെ നായിക. നമ്മുടെ പോലീസുകാരി. മായയെ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നില്ല, കാണിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് സർപ്രൈസ് ആയിരുന്നു. എല്ലാരും പടം പോയി കാണാം. ബിക്കോസ് ഇതൊരു ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അതാണ് ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ആ കഥ എന്താണെന്ന് അറിയാൻ വന്നിട്ടാണ് തിയേറ്ററില്. ഞാൻ ചേട്ടന്റെ അടിപൊളി സ്ക്രിപ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്നില്ല എന്തൊക്കെ നമ്മുടെ വിഷാരടി മാത്രം ഭയങ്കര കോമഡിയാണ്. ആയാലും പിന്നെ നമുക്ക് ഇതിലൊരു സന്തോഷമുള്ളത് നമ്മുടെ ശ്രീനിവാസൻ എന്ന ഡയറക്ടർ, നായകൻ, അങ്ങനെ പല മേഖലകളിലും ശ്രീനിവാസൻ എന്ന അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി സിനിമാ മേഖലയിൽ. അദ്ദേഹത്തിന്റെ ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ കഴിഞ്ഞിട്ട് ഇപ്പൊ മകന്റെ തിരക്കഥയിൽ തന്നെ അദ്ദേഹം അഭിനയിച്ച് നമുക്ക് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പറ്റും. കാരണം സാധാരണ നമ്മൾ മീഡിയയിൽ കാണുന്നത് എന്ത് ചെയ്താൽ ഈ സിനിമയിൽ അദ്ദേഹത്തിന് നല്ലൊരു വേഷവും പിന്നെ സൈജു കുറുപ്പ് അങ്ങനെയുള്ള ഒരുപാട് ധ്യാൻ പിന്നെ അജോറീസ് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല കാസ്റ്റിംഗ്, നല്ല എന്റർടൈൻമെന്റ് ആണ്. എല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന് കാണാം. കോമഡിയൊക്കെ നല്ല വർക്കൗട്ടായിരുന്നു. നല്ല രസം എന്താണ് നമുക്ക് ഓരോ സിറ്റുവേഷനിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൈക്കൂലി കേസ് ഇതൊക്കെ ആയാലും നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ലൊരു എന്റർടൈൻമെന്റ്. പ്രത്യേകിച്ച് അതിനകത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഏറ്റവും എന്റർടൈന് കുറച്ച് പിന്നെ കൂടുതലും ആണുങ്ങള് ഫ്രണ്ട്സ് ചേർന്നുള്ള ഒരു സംഭവം മാത്രമാണ്. അത് ധ്യാൻ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതുപോലെ ഒരു രാത്രിയിൽ സംഭവിക്കുന്ന ഫ്രണ്ട്സിനിടയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ അത് അതെങ്ങനെ സീരിയസ് ആയി പോകുന്ന ജീവിതത്തിന്റെ ഒരു ചേഞ്ച് വരുത്തുന്നതും പിന്നെ അത് ആ കൺഫ്യൂഷൻ മാറി എല്ലാം ശരിയാകുന്നതുമാണ്. എനിക്ക് തോന്നുന്നു ഒരു റിയൽ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് കുറച്ച് ചിലപ്പോൾ എൻഡില് കുറച്ച് സിനിമാറ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. സോ ബേസിക്കലി എന്റർടൈനർ ആണ്, ഫൺ മൂവിയാണ്, ഇഷ്ടമായി. അതെ അതിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ, അതിന്റെ ഒരു രസം ഉണ്ടായിരുന്നു. ഫൺ മൂവി ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് വളരെ ക്രിസ്പായിട്ട് കാണിച്ചു തീർത്തു. നമുക്ക് പെട്ടെന്ന് കുറച്ചു നേരം ചിരിച്ച് സന്തോഷമായിട്ടിരുന്നു വരാം. പിന്നെ സ്ത്രീകളുടെ റോള് ഒന്നും വലുതായിട്ട് പറയാനില്ല. കൂടുതലും ധ്യാനും ഫ്രണ്ട്സും കൂടെ ഉള്ള ആ ഒരു സീൻസ് ഒക്കെയാണ്. 2-3 പേര് വന്ന് പോകുന്നുണ്ട്. എന്തോ രസമുണ്ടായിരുന്നു. എവിടെയൊക്കെ ചിരി കിട്ടിയപ്പോ എനിക്കും സന്തോഷമായി. അല്ല, നമ്മളൊരു വലിയ ഓഡിയൻസിന്റെ ഇടയിലേക്ക് എത്തുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷമാവുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തോ കേട്ടില്ല, എങ്ങനെയുണ്ട് ചേച്ചിയുടെ സ്ക്രിപ്റ്റ്? നിങ്ങളെല്ലാവരും കണ്ടായിരുന്നോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തോ ദിവ്യനോടെ ഇതാണ് നമ്മുടെ നായിക. നമ്മുടെ പോലീസുകാരി. മായയെ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നില്ല, കാണിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് സർപ്രൈസ് ആയിരുന്നു. എല്ലാരും പടം പോയി കാണാം. ബിക്കോസ് ഇതൊരു ട്രൂ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അതാണ് ശരിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ആ കഥ എന്താണെന്ന് അറിയാൻ വന്നിട്ടാണ് തിയേറ്ററില്. ഞാൻ ചേട്ടന്റെ അടിപൊളി സ്ക്രിപ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? നല്ല മൂവിയാണ്. മനസ്സറിയാതെ നന്നായിട്ട് ചിരിക്കാൻ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. എല്ലാവരും പോയി കാണണം. നല്ല കോമഡിയും നല്ല ലൈറ്റ് ഹാർട്ടഡ് അടിപൊളിയാണ്. അടിപൊളി മൂവിയാണ്. നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. കോമഡിയൊക്കെ നല്ല കൊള്ളാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ നല്ല മൂവിയാണ്. ചിരിച്ചിരിക്കുക. അടിപൊളി. നല്ല കൈസായാണോ? അടിപൊളി. പടം സൂപ്പർ പടം. തമാശയാണ്, കുട്ടിക്ക് തമാശയാണ്. ചിരിക്കും, ആ ഫുള്ള് ചിരിക്കാനുണ്ട്. ന്യൂ ആക്ട്രസ് ഉണ്ട്, നമ്മളെ അഭിനയിച്ചിട്ടുണ്ട്. ഫണ്ണും ഉണ്ട്, സീരിയസും ആണ്. ഫൺ പരിപാടി സൂപ്പർ.
ഇഷ്ടപ്പെട്ടു. തെരഞ്ഞെടുക്കുന്ന ശ്രദ്ധിക്കണം അല്ലേ? അങ്ങനെ നല്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു. പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് മൂവി? എൻജോയ് ചെയ്തോ? പിന്നെ തീർച്ചയായും നമ്മൾ അഭിനയിച്ച മൂവി നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് പറയുന്നത്. എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായി? നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഒരു പാട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷം. കഥാപാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. അടിപൊളിയായിട്ടുണ്ട്. വളരെയധികം സന്തോഷം. താങ്ക് യു.